Watch full episodes on Jio Hotstar. ഇന്ന് നമുക്ക് ക്ലാസ് റൂമിൽ എല്ലാവരെയും പേടിപ്പിക്കാം. അല്ല, എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? ഇതെല്ലാം തെറ്റാണ്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് തെറ്റാണ്. ഞാൻ ഇതിന് പകരം വിടാതെ വിടില്ല. ഇല്ല. അയ്യോ, അതെ, എന്താ ഈ കാണിക്കുന്നത്? ഞാൻ മരിക്കണം, മായാജാലക്കാരൻ. എന്നെ കണ്ടാ പേടിക്കണം. ഞാൻ ഷാക്കാനാണ്. ഷക്ലീന, നീ നിന്റെ ദേഷ്യം മുഴുവനും എന്നോടാണ് കാണിക്കുന്നത്. എന്റെ ദേഹത്തൊന്നും ഇവിടെ എനിക്കാണ് വേദനിക്കുന്നത്. നല്ലപോലെ കൊണ്ട് വല്ലാതെ വേദനിക്കുന്നു. എപ്പോഴും ഞാൻ മാത്രം എങ്ങനെ കുടുങ്ങി പോകുന്നത്. ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യാനാണ്? നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. മാഡം കാനുകോനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോ വർഷവും ഓരോരുത്തരെ പ്രിൻസിപ്പൽ ആക്കണമെന്ന്. ഇത്തവണ ജെനിയെ പ്രിൻസിപ്പൽ ആക്കണം. അവൾ എത്ര ബ്രില്യന്റാ. അവർ പറയൂ ആലോചിക്കാമെന്ന്. എനിക്കറിയാം അവർ രുദ്രയെ തന്നെ വീണ്ടും പ്രിൻസിപ്പൽ ആക്കുമെന്ന്. എന്റെ മോൾ ഒന്നിനും കൊള്ളത്തില്ലേ? നീ ടെൻഷൻ ആവണ്ട. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരുപക്ഷെ അവര് രുദ്രയെ പ്രിൻസിപ്പൽ ആക്കിയാൽ അത് വളരെ വലിയ പ്രശ്നമാകും. രുദ്രയ്ക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്ത വർഷം രുദ്രയെ അവര് പ്രിൻസിപ്പൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യില്ല. പിന്നെ അവന്റെ പേര് ടോട്ടലി ഡാമേജ് ആയി പോകുന്നതായിരിക്കും. അമ്മാവ, നിങ്ങൾ എന്റെ കാര്യത്തിൽ എന്താണ് ചെയ്തത്? ജോഡി, ഞാൻ നിനക്ക് അത്തരം ഒരു മാജിക്കൽ പവറാണ് തന്നിരിക്കുന്നത്. നീ ഇനി കണ്ണുമടച്ച് എന്ത് കൽപ്പിച്ചാലും ശരി, ഓരോ സ്റ്റുഡൻസും നീ പറയുന്നത് അതുപോലെ അനുസരിക്കും. ഒരു പക്ഷേ രുദ്രയാണ് പ്രിൻസിപ്പൽ ആകുന്നതെങ്കിൽ അപ്പോ നീ സ്റ്റുഡൻസിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കണം. രുദ്രയ്ക്ക് അത് ഒരിക്കലും കൺട്രോൾ ചെയ്യാനാകാതെ കിടന്ന് വലയണം. എങ്ങനെയുണ്ട് ഐഡിയ? എന്ത് നല്ല ഐഡിയയാ. വേറെ വഴിയില്ലാതെ മാഡം കാനുങ്കോ ജെനിയെ തന്നെ പ്രിൻസിപ്പൽ ആക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. വെൽക്കം കുട്ടികളെ. അതുകൊണ്ട് കുട്ടികളെ, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ജെനി വളരെ ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയാണ്. എല്ലാ കാര്യത്തിലും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അവളെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ജെനിയെ വൈസ് പ്രിൻസിപ്പൽ ആക്കാൻ പോവുകയാണ്. വൈസ് പ്രിൻസിപ്പൽ? കാരണം ഇത് വളരെ റെസ്പോൺസിബിൾ ഉള്ള പോസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജെനി വളരെ റെസ്പോൺസിബിൾ ആണെന്ന്. അവൾ അവളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുമെന്നും രുദ്രയെ പ്രിൻസിപ്പൽ ആക്കാനും പോവുകയാണ്. രുദ്ര, ജെനി, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്കൂൾ നോക്കേണ്ടതാണ്. താങ്ക് യു മാഡം കാനുങ്കോ. അതുകൊണ്ടല്ല, നിങ്ങൾ എന്നെ പ്രിൻസിപ്പൽ ആക്കിയത് കൊണ്ട് മാത്രമല്ല. കാരണം ഇതാണ്, നിങ്ങൾ ജെനിയെ പോലെ ഒരു ബ്രില്യന്റും ഇന്റലിജന്റ് സ്റ്റുഡന്റിനെ നിങ്ങൾ വൈസ് പ്രിൻസിപ്പൽ ആക്കിയത് കൊണ്ടാണ്. വി വിൽ ഡു അവർ ബെസ്റ്റ്, അല്ലേ ജെനി? അതെ അതെ, വി വിൽ ഡു അവർ ബെസ്റ്റ്. അറ്റാക്ക് ചെയ്യ്. റോക്കറ്റ് അറ്റാക്ക് ചെയ്യ്. റോക്കറ്റ് അറ്റാക്ക്. റോക്കറ്റ് അറ്റാക്ക്. അതെ അതെ, ഇത് എന്താ സംഭവിക്കുന്നത്? കുട്ടികളെ, ഇത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ തന്നെ. വീണ്ടും എറിയ്. റോക്കറ്റ് അറ്റാക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിർത്തൂ, നിർത്തൂ.
ഓക്കെ ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഉന്നം വെക്കണം അല്ലേ? ഇന്നാ പിടിച്ചോ ടാർഗറ്റ്. ആരാണോ ഈ ടാർഗറ്റിൽ ഉന്നം വെച്ചടിക്കുന്നത്, ആരാണോ ബുൾസൈൽ ഉന്നം വെച്ചടിക്കുന്നത്, അവർക്ക് പ്രൈസ് കിട്ടുന്നതായിരിക്കും. വാവ്, വെരി ഗുഡ്. ആരാണോ സെന്ററിൽ ഉണ്ണം വെച്ചടിച്ചത് അവര് സൈഡിലോട്ട് മാറി നീക്ക്. ജെനി, അവരുടെ പേര് എഴുതിക്കോ. അവർക്ക് സ്പെഷ്യൽ പ്രൈസ് ലഭിക്കുന്നതാണ്. കണ്ടോ മിസ്റ്റർ ഹാപ്പി, ഞാൻ രുദ്രയെ പ്രിൻസിപ്പലാക്കി വളരെ വലിയ കാര്യമാണ് ചെയ്തത്. അവൻ കുട്ടികളെ എങ്ങനെയാ കൺട്രോൾ ചെയ്തെന്ന് നോക്കൂ. അതെ മാഡം, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഓക്കെ ഓക്കെ, ടാർഗറ്റ് പ്രാക്ടീസ് ഓവർ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ക്ലാസ്സിലോട്ട് പോയിക്കോ. ഗോ, ടൈം ആയിട്ടുണ്ട്. രുദ്ര, നീ എന്നെ വിളിച്ചായിരുന്നോ? അതെ ജെനി, ഞാൻ നിന്നെ സ്കൂളിന്റെ ഡിസിപ്ലിൻ ഇൻചാർജ് ആയിട്ട് മാറ്റുവാണ്. കാരണം എനിക്കറിയാം, മിസ് സെക്യൂരിറ്റിക്ക് ശേഷം നീ മാത്രമേ ഉള്ളൂ സ്കൂളിന്റെ ഡിസിപ്ലിൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ജെനി, ക്യാൻ യു ഡു ഇറ്റ്? യെസ്, ഐ കാൻ ഡു ഇറ്റ്. വെരി ഗുഡ്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ നിന്റെ പേരൊരിക്കലും ഡാമേജ് ആവാൻ പാടില്ല. എനിക്ക് നിന്റെ മേളിൽ ഒരുപാട് വിശ്വാസമുണ്ട്, വേറെ ആരുടെ മേളിലും ഇല്ല. എന്നെ കുറിച്ച് രുദ്ര എന്ത് നന്നായിട്ടാണ് ചിന്തിക്കുന്നത്. രുദ്ര ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഓക്കെ രുദ്ര, ഞാൻ പോയി ഡിസിപ്ലിൻ നോക്കാം. അല്ല രുദ്ര, നീ ഞങ്ങൾക്ക് ഒരു പോസ്റ്റിംഗ് തന്നില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇരിക്കണം. ചിരിക്ക്, നല്ലോണം ചിരിക്ക്. ഈ ശബ്ദം എവിടുന്നോ? അല്ല, അവിടെ എന്താ ആകെ ഒരു ബഹളം? ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ഇല്ല, നിങ്ങൾ ഇന്ന് ഒന്നും ചെയ്യരുത്. ജെനിയുടെ മേളിൽ വിശ്വാസം വെക്ക്, അവളെ ഹാൻഡിൽ ചെയ്തോളും. അല്ലേ ജെനി? രുദ്ര എത്ര നല്ലവനാണ്. നമ്മളാണ് രുദ്രയോട് തെറ്റ് ചെയ്യുന്നത്. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് ജെനി? യെസ് രുദ്ര, ഐ കാൻ ഹാൻഡിൽ. മിണ്ടാതിരിക്കൂ. ഇതെല്ലാം ജോഡിയുടെ പണിയാണ്. ജോഡി, ഇവരെ മിണ്ടാതിരിക്കാൻ പറയൂ. അതെന്തിനാ മിണ്ടാതിരിക്കുന്നേ? അതല്ലേ നമ്മുടെ പ്ലാന്. ഒരുപാട് ബഹളം ഉണ്ടാക്കണം. രുദ്രയ്ക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരണം. അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഡിസിപ്ലിന് ചാർജ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരിക്കലും ഞാൻ സംഭവിക്കാൻ സമ്മതിക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഡിസിപ്ലിൻ ഇല്ലാതാക്കരുത്. ഞാൻ എന്റെ പേര് ഒരിക്കലും ചീത്താക്കാൻ സമ്മതിക്കില്ല. ഇല്ല, ഇനി അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. അത് ശരി, എന്നാ ഇത് പിടിച്ചോ. ജെനി, നീ എന്താ ചെയ്യുന്നേ? ജെനി, നീ എന്താണ് ചെയ്തത്? ജെനി, നീ എന്താണ് ചെയ്യുന്നേ? എന്നെ വിട്. ജെനി, പറഞ്ഞ് കേക്ക്. ജെനി, നീ എന്താണ് ചെയ്യുന്നത്? എനിക്ക് എന്റെ അനിയന് ശിക്ഷ നൽകാമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അതുകൊണ്ടാ പറയുന്നത്, മിണ്ടാതെ അവരവരുടെ ക്ലാസ്സിൽ പോയി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ജെനി, നീ എന്തായി കാണിക്കുന്നേ? എന്താ പറഞ്ഞേ? ജെനിയോ? വൈസ് പ്രിൻസിപ്പൽ ആണ് ഞാൻ. ടോക്ക് വിത്ത് റെസ്പെക്ട്. 2 മണിക്കൂറത്തെ ഡിറ്റൻഷൻ ആഫ്റ്റർ ക്ലാസ്സസ്. ജെനി, പക്ഷേ 4 മണിക്കൂറത്തെ ഡിറ്റൻഷൻ. പക്ഷേ 6 മണിക്കൂറത്തെ ഡിറ്റൻഷൻ. ജെനി ശരിക്കും വളരെ ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നല്ലോ. ഡേഞ്ചറസ് അല്ല, ഡിസിപ്ലിൻഡ്, റെസ്പോൺസിബിൾ അല്ലേ മാഡം ഷക്ലീന? ജെനി റെസ്പോൺസിബിൾ അല്ലേ? യെസ്, റെസ്പോൺസിബിൾ. അതെ, വളരെ റെസ്പോൺസിബിൾ ആണ്. ഈ രുദ്ര വളരെ കണ്ണിങ് ആണ്. അവൻ ആ ജെനിയെ അവന്റെ സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജെനി, നീ വളരെ നന്നായിട്ടാ കൺട്രോൾ ചെയ്തത്. വെരി ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ മേളിൽ വിശ്വാസം. താങ്ക് യു. ജെനി, ഞാനിപ്പോഴാ ഒരു കാര്യം പറഞ്ഞത്. ജോഡിയെ നീ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. നീ ഇവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. അമ്മാവാ, രുദ്ര നല്ലവനാണ്. വായടക്കി ജെനി. ബാഡ് ഗേൾ. 1 മിനിറ്റ്, ഇപ്പൊ ചെയ്ത് കാണിക്കേ.
ജെനി, നീ ജോഡിയുടെ കൈ പിടിക്ക്. പിടിക്ക് 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 പിടിക്ക്. കൊള്ളാമോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നീ ജോഡി എങ്ങാനും കൈ വെച്ചാൽ നിന്നെ ഷോക്ക് അടിക്കും. ജോഡി ചെല്ല്, പോയി എല്ലാം തലകീഴായി മാറ്റി മറിക്കേ. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വൈസ് പ്രിൻസിപ്പൽ ആണ്. എന്റെ മുകളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അത് കാരണം എന്റെ പേര് മോശമാവും. ജെനി, ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. രുദ്ര, ജെനി നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. നീ അവളെ ഡിസിപ്ലിൻ ഇൻചാർജ് ആക്കിയത് വളരെ നന്നായിട്ടുണ്ട്. മാനേജ്മെന്റ്, ഇതിനാണ് മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാഡം കാനുഗോ എന്താ ചെയ്യുന്നത്? എല്ലാരെയും കൺട്രോൾ ചെയ്യുന്നില്ലേ? എല്ലാവർക്കും എന്ത് ജോലിയാ തരണ്ടേന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചെല്ലേ, എന്നിട്ട് എല്ലാ ആഹാരങ്ങളും എടുത്ത് രുദ്രയുടെ നേരെ വലിച്ചെറിഞ്ഞേക്ക്. രുദ്രയുടെ നേർക്കെടുത്ത് വലിച്ചെറിയേ. ശരി, നിങ്ങൾ എല്ലാവരുടെയും പാത്രങ്ങൾ വലിച്ചെറിയുന്ന ജോലി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് വരാം. രുദ്രയെ ഞാൻ നോക്കിക്കോളാം. ചെല്ല്, ചെന്ന് ഡാൻസ് ചെയ്യേ. നിർത്താതെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുക. ഷെടാ, ഇതെന്താ സംഭവിക്കുന്നത്? ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? നിർത്ത്, നിർത്താനല്ലേ പറഞ്ഞേ. എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോകൂ. നിങ്ങൾ ഡാൻസ് ചെയ്യേ, അല്ലാതെ എന്താ? വരൂ വരൂ, വന്നെന്നെ തല്ല്, എന്നെ തല്ല്, വാ. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കണം അല്ലേ? ഓക്കെ. സാൻഡി. ആ ജെനി, പറയൂ. നിനക്ക് എത്ര മണിക്കൂറത്തെ ഡിറ്റൻഷൻ ആണ് കിട്ടിയത്? 6 മണിക്കൂർ. വാവ്, വെരി ഗുഡ്. കീപ് ഡാൻസിങ്. നിങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് കാണാൻ വളരെ രസമുണ്ട്. ഇതിൽ ആരെങ്കിലും ഡാൻസ് നിർത്തിയാൽ സാൻഡിയുടെ കൂടെ 6 മണിക്കൂർ ഡിറ്റൻഷൻ റൂമിലേക്ക് പോകേണ്ടി വരുന്നതാണ്. കീപ് ഡാൻസിങ്, കമോൺ കമോൺ, കീപ് ഡാൻസിങ്. ഈ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനാവില്ല. ഞങ്ങൾ ആകെ തളർന്നു. ഞങ്ങൾക്ക് ഈ ഡാൻസ് കളിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ക്ഷീണിച്ചു പോയോ? വേറെ ആരൊക്കെയാ വീണ്ടും ക്ഷീണിച്ചു പോയത്? ഓക്കെ, ശരി, എന്നാ വാ, വന്ന് ആഹാരം കഴിക്ക്. കമോൺ. ആഹാരത്തിന് മുന്നിൽ എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചാൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. രുദ്ര, ഇത് വളരെ നല്ല കാര്യമാ. ജെനി വളരെ നന്നായിട്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, അത് ശരിയാ. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു ദിവസം തള്ളി നീക്കണം. അത്ഭുതം തന്നെ, ഇവിടെയെങ്ങും ബഹളമില്ലല്ലോ. നമുക്ക് പോയി ക്ലാസ്സിൽ നോക്കാം. രുദ്ര, ഈ ക്ലാസ്സിലും ആരുമില്ലല്ലോ. രുദ്ര, ഇവിടെ ആരുമില്ല. രുദ്ര, ഇവിടെയും ആരും ഇല്ലല്ലോ. എവിടെ പോയി എല്ലാരും? ഇതെന്തോ ജോഡിയുടെ കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജെനി, അവിടെ നിൽക്ക്. നമുക്ക് MBTVയുടെ സഹായം ആവശ്യമുണ്ട്. ആ, ഷെടാ, ഇവര് ജംഗിളിന്റെ വഴിയിലൂടെ എന്തിനാ പോകുന്നേ? വരൂ, പോകാം. രുദ്രയും രുദ്രയുടെ ഫ്രണ്ട്സും കാട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്.
അവരിങ്ങോട്ട് വരുന്നത് എന്തെങ്കിലും ചെയ്ത് തടഞ്ഞു നിർത്ത്. രുദ്ര, നമ്മൾ അണ്ടർ അറ്റാക്കിലാണ്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇതെല്ലാം ജോഡി ചെയ്യുന്നതാണ്. ജെനി, നീ ജോഡിയെ പോയി കണ്ടുപിടിക്കേ, ഞാനിത് കൈകാര്യം ചെയ്തോളാം. ഓക്കെ രുദ്ര. നിക്ക് ജോഡി, നിക്കാനല്ലേ പറഞ്ഞത് ജോഡി? ഇത് നീ ചെയ്യുന്നത് ശരിയല്ല. രുദ്ര ഓടിക്കോ, അതിങ്ങോട്ടാണ് വരുന്നത്. അത് നോക്ക്, അയ്യോ കുട്ടികൾ. രുദ്ര, ഞങ്ങൾ രക്ഷയ്ക്ക്, ഞങ്ങൾ രക്ഷയ്ക്ക്. Сибайска, бум, чик, чик, бум. രുദ്ര, ഇതാ നിൽക്കുന്നു ജോഡി. കണ്ടോ, ഞാൻ ഇവനെ കൊണ്ടുവന്നു. എനിക്കറിയാമായിരുന്നു. ജോഡി, എത്രയും വേഗം കുട്ടികളെ ശരിയാക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ സർ മെജസ്റ്റിക്കോടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഏറ്റവും കൂടുതൽ ശിക്ഷ മേടിച്ചു കൊടുക്കും. ഇല്ല ഇല്ല രുദ്ര, ഇല്ല. അത് ഞാൻ വെറുതെ തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തത്. ആരും എന്നെ പ്രിൻസിപ്പൾ ആക്കിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അല്പം ദേഷ്യം വന്നത്. അല്ലെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. മനുഷ്യനെന്ന തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമല്ലേ. സോറി, ഐ എം സോറി. എന്നാ ശരി, ആദ്യം നീ സ്റ്റുഡൻസിനെ എല്ലാരും തിരിച്ചു വിളിക്ക്. അല്ല, നമുക്ക് എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ഒന്നും ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലോ. നമ്മൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? നമുക്ക് എന്ത് ഒന്നും പറ്റിയെന്ന് പിടികിട്ടുന്നില്ല. സൈലൻസ് സ്റ്റുഡൻസ്. ചക്ലീന, കണ്ടോ രുദ്ര എങ്ങനെയാ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തതെന്ന്? നീ ജെനിയെ പ്രിൻസിപ്പൾ ആക്കണമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ രുദ്രയെ പ്രിൻസിപ്പൾ ആക്കണമെന്ന് എടുത്ത ഡിസിഷൻ വളരെ കറക്റ്റ് ആണ്. മാഡം, നിങ്ങൾ ജെനിയെ വൈസ് പ്രിൻസിപ്പലായിട്ട് സെലക്ട് ചെയ്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇന്ന് ജെനി വൈസ് പ്രിൻസിപ്പൾ അല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വൈസ് പ്രിൻസിപ്പൾ അല്ലേ പ്രിൻസിപ്പളിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടിരിക്കുന്നത്. ജെനി എന്ത് ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്തത്.
ഷീസ് ദ മോസ്റ്റ് കേപ്പബിൾ വൈസ് പ്രിൻസിപ്പൽ. അടുത്ത വർഷം എന്തായാലും നിങ്ങൾ ജെനിയെ പ്രിൻസിപ്പൽ ആക്കണം. ഇവൻ എല്ലാവരോടും നല്ലോണം സംസാരിച്ച് ഇവന്റെ വശത്താക്കുവാണ്. ഇവന്റെ മാജിക്കിനെതിരെ ആർക്കും ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവന്റെ പ്ലാനും നമുക്ക് ഫ്ലോപ്പ് ആക്കാൻ സാധിക്കില്ല. രുദ്ര അല്ല, ജെനി 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 രുദ്ര ജെനി രുദ്ര ജെനി രുദ്ര ജെനി. Watch India's largest kids library only on Jio Hotstar. Download the app now.